എൻ്റെ മോള് ഇവിടെ സ്കൂളിൽ നിന്ന് വന്നിട്ട് നല്ലൊരു പണിയില്ലാന്നുള്ളത് ഇതാ. ഇന്നലെ നല്ലൊരു വാഴ കൊത്തിയിട്ട് വെച്ചിട്ടുണ്ട്. കൊലയെല്ലാം അകത്തെത്തി. പിന്നെ കാമ്പ് പൊളിക്കുന്നതാ ചോറായിട്ട്. അവൾ സ്കൂളിൽ നിന്ന് വന്നിട്ടും പോയിട്ടുള്ള നടന്ന് പച്ചക്കറിയാണ് നിന്നത്. പച്ചക്കറി ചെടിയും വഴുതിനുണ്ട്, തക്കാളി ഉണ്ട്, എല്ലാം കുറച്ച. ഫാഷൻ ഫ്രൂട്ട് നല്ല പന്തലാക്കിയിട്ട് ഫാഷൻ ഫ്രൂട്ട് രണ്ട് വീട്. എൻ്റെ വീടാണ് അപ്പുറത്തത്, സ്വന്തം വീട്. ഇത് മോളെ വീട്. അടുത്തടുത്ത് എന്താ ഏതായാലും പൊളിച്ച് കഴിയാനായിട്ടുണ്ട് കാമ്പ്. കുറച്ച് കഴിഞ്ഞതാ കാമ്പ് പൊളിക്കൽ. എന്താ നല്ലൊരു കാമ്പ് കിട്ടി. കൊല കൊത്തി ഇന്നലെ അവളെ തലയിലേക്കാണ് വീണത്. വലിയൊരു കൊല കൊത്തിയിട്ട് അവൾ തലയിലേക്ക് തന്നെ വീണത്. രണ്ട് വീട്ടിലേക്കും കറിയായി. എപ്പം വെറുതെ വന്നപാട് തുടങ്ങും പച്ചക്കറി വെള്ളയിക്കാനും നടാനുള്ള. നമുക്കെല്ലാം കയ്യാണ്ടാകുമ്പോൾ ഇപ്പോൾ അവർ മുമ്പേ എടുക്കും, നമ്മളൊന്നിച്ചെടുത്ത് പഠിച്ചതെല്ലാം. ഇപ്പം അവർ സ്വന്തമായിട്ടെല്ലാം ചെയ്യലായിരുന്നാ. മുറിക്കാനൊരു സൂത്രം ഉണ്ടല്ലോ. പിന്നെ വട്ടം വട്ടം മുറിക്കുക. എന്നിട്ട് അന്നേരം കുറച്ച് നമ്മളെ വയറെല്ലാം പോവുമല്ലോ. ബാക്കി ഒരു പാത്രത്തിലിട്ടിട്ട് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമ്മളെ വക്ക് നല്ല ഇതിലെ സ്റ്റീൽ ഗ്ലാസ് ആയിട്ടില്ലേ, അതെടുത്തിട്ട് അമർത്തുക. അതെടുത്ത് അമർത്തിയിട്ട് നല്ല കഷ്ണാവും. ഇന്ന് ഞാൻ അങ്ങനെ മുറിച്ച് നോക്കുന്നു. ഞാൻ നോക്കാം. ഞാൻ മേശക്കത്തിയോണ്ട് മേശമേൽ വെച്ചിട്ട് അന്ന് എല്ലാം ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അന്ന് ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടോ അപ്ലോഡ് ചെയ്തിട്ടോ ഒന്നുമില്ല. കാമ്പ് പെരക്ക്, കാമ്പ് വറവ് എല്ലാം ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഏതായാലും എല്ലാവരും കാണട്ടെ. ഇതെല്ലാം ഒരു കഷ്ണം അങ്ങോട്ട് എടുത്തോ. ഒരു കഷ്ണം എടുക്കാം. ഞാൻ എടുത്തിട്ടൊന്നും വേണ്ട, കയ്യില്ലാണ്ട്. ഓക്കെ. എന്നാ കൈ വേദന ആയതുകൊണ്ട് പൂവൊന്നും ആക്കാൻ കഴിയുന്നില്ലല്ലോ. ശരിയാവട്ടെ. ഇന്ന് പോയിട്ട്